ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവനിത് എന്ത് തേങ്ങയാണ് ഈ ഡ്രോണിട്ട് കറക്കി കാണിക്കുന്നതെന്ന്. തിരക്കാക്കല്ലേ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇക്കാണുന്നത് കാട്ടിക്കുളം തൃശ്ശിലേരി ഭാഗത്തെ കാഴ്ചകളാണ്. കാടും വയലും മനുഷ്യരും മൃഗങ്ങളും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ജീവിക്കുന്ന വയനാട്ടിലെ ഒരു കൊച്ചു പ്രദേശം. അങ്ങ് ദൂരെ കാണുന്നതാണ് മുത്തുമാരിമല. ഇവിടെയാണ് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ചമൂപ്പനാണ് കേട്ടോ വാങ്ങിയത്. അവിടെ ഒരു വീട് വെക്കാനാണ് പരിപാടി. സ്ഥലം ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ടും ഒറ്റ മരങ്ങൾ പോലും ആ സ്ഥലത്തില്ലാത്തത് കൊണ്ടും ചൂടുകാലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതായി നടുക്ക് കാണുന്ന പ്ലോട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. അവിടെ ഇവിടെയും കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അത് വളർന്നു വരാൻ എടുക്കുന്ന വർഷങ്ങൾ ഓർത്ത് അന്തം വിട്ടിരുന്നപ്പോഴാണ് അങ്ങ് ജപ്പാൻകാരനായ അക്കീര മിയാവാക്കിയെ പറ്റി ഓർമ്മ വന്നത്. പുള്ളി ചെവി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ കൈ കൊടുത്തു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ഥലത്ത് ഞങ്ങളൊരു മിയാവാക്കി വനം ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അത് തീരുമാനമായ സ്ഥിതിക്ക് അടുത്ത പരിപാടി സ്ഥലം സെറ്റാക്കലാണ്. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ എന്തായാലും അവിടുത്തെ കാടും പടലമൊക്കെ വെട്ടി വൃത്തിയാക്കി കത്തിച്ച് പറമ്പൊന്ന് വൃത്തിയാക്കിയിടാൻ തീരുമാനിച്ചു. അടുത്ത പരിപാടി ഇനി ചെടിയുടെ സെലക്ഷനാണ്. അത് പുറകെ വരുന്നുണ്ട്, നിങ്ങൾ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ എന്താണ് ഈ മിയാവാക്കി വനം? പറഞ്ഞുതരാം. ഒരു സ്വാഭാവിക വനം വളർന്ന് ഇന്ന് കാണുന്ന രൂപത്തിലാവാൻ ചുരുങ്ങിയത് 100 വർഷമെങ്കിലും വേണ്ടിവരും. നമ്മളിവിടെ 20 വർഷം കൊണ്ട് 100 വർഷം പ്രായമായ ഒരു കാടിനെ സൃഷ്ടിക്കുന്നു. അതിനെയാണ് മിയാവാക്കി മാതൃക എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് ഒരുപാട് മരങ്ങൾ വെച്ച് നല്ല വളവും വെള്ളവും കൊടുത്ത് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ചെടികൾ മത്സരിച്ച് വളർന്ന് പെട്ടെന്നൊരു കാടായിട്ട് രൂപാന്തരപ്പെടുന്നതിനെയാണ് മിയാവാക്കി മാതൃക എന്ന് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറഞ്ഞുതരാം. 24 സ്ക്വയർ മീറ്റർ സ്ഥലത്താണ് നമ്മളിപ്പോൾ മിയാവാക്കി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 1/2 സെൻറ്റിനും കുറച്ചും കൂടെ കൂടുതൽ. അപ്പം നമ്മൾ ആ 24 സ്ക്വയർ മീറ്ററിനെ 1 സ്ക്വയർ മീറ്ററിൻ്റെ 24 കളങ്ങളായിട്ട് തിരിക്കും. ഓരോ കളത്തിലും 4 ചെടികൾ വെച്ചാണ് നമ്മൾ നടുന്നത്. അപ്പം അത് നടേണ്ട രീതിയും മണ്ണൊരുക്കേണ്ട രീതിയും കാര്യങ്ങളും ഒക്കെ ഞാൻ വിശദമായിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കുറച്ച് ചെടികളെ പറ്റി ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എല്ലാ ചെടികളെ പറ്റിയിട്ടും ഇവിടെ പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ എൻ്റെ ലിസ്റ്റ് വിശദമായിട്ട് തന്നെ സ്ക്രീനിൽ കൊടുക്കാം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് ഫലവൃക്ഷങ്ങളും വലിയ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അങ്ങനെ പല രീതിയിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ വാങ്ങിയിരിക്കുന്നത് നീലം മാവ്, കുറ്റ്യാട്ടൂർ മാവ്, പിന്നെ ബംഗനപ്പള്ളി, വിയറ്റ്നാം മേർലി പ്ലാവ്, കംബോഡിയൻ ചാക്ക്, നെല്ലി, ഇലഞ്ഞി, സർവ്വസുഗന്ധി, ഗ്രാമ്പൂ, ഇലുമ്പൻ പുളി, അവക്കാഡോ, പിന്നെ തായ് പിങ്ക് പേര, നാടൻ ചാമ്പ, ഞാവൽ, പൂവരശ, നാരകം, ഇങ്ങനെ പോകുന്ന ലിസ്റ്റ്. പിന്നെ കണിക്കൊന്ന, അങ്ങനെ കുറേ ഒരു 70ഓളം പ്ലാന്റുകൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് ഇനി ഒരു 20-25 പ്ലാന്റും കൂടെ അറേഞ്ച് ആക്കാനുണ്ട്. നമ്മൾ 1 സ്ക്വയർ മീറ്ററിൽ 4 ചെടികളാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 4 ചെടികൾ നമ്മൾ അതിലൊരു ചെടി ഒരു വലിയ വൻ വൃക്ഷമായിരിക്കണം. രണ്ടാമത്തത് അതിലും കുറച്ച് ചെറുതായിട്ടുള്ള വൃക്ഷം. മൂന്നാമത്തത് അതിനേക്കാട്ടിലും ചെറുതായിട്ട് വളരുന്ന വൃക്ഷം. ഏറ്റവും ഒടുവിൽ നമ്മൾ വെക്കേണ്ടത് കുറ്റിച്ചെടികളാണ്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് മേടിക്കുമ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നഴ്സറിയിൽ നിന്നും വാങ്ങുന്ന പ്ലാന്റുകൾ ആ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ ചട്ടിയിലേക്ക് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ട് ഒരു 2 മാസമെങ്കിലും വളർത്തിയതിന് ശേഷം മാത്രമേ മിയാവാക്കി ഫോറസ്റ്റിലേക്ക് നമ്മൾ മാറ്റി നടാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ലപോലെ വേര് പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ മിയാവാക്കി ഫോറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി നടരുത്. നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ ഈ മാർച്ച് മാസം തന്നെ തയ്യാറാക്കി വെച്ച് ഒരു മെയ് മാസം അവസാനത്തോടു കൂടി മിയാവാക്കി ഫോറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി നടാനാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ആ പ്രദേശത്തെ ചൂട് നല്ലപോലെ കുറയുന്നതിനും ഗ്രൗണ്ട് വാട്ടർ ലെവൽ നല്ല രീതിയിൽ ഉയർത്തുന്നതിനും മണ്ണ് വളരെയധികം ഫലഭൂയിഷ്ഠമാക്കുന്നതിനും മിയാവാക്കി കാടുകൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇത് വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മിയാവാക്കിയുടെ ബാക്കി സ്റ്റെപ്പുകളെ പറ്റിയിട്ടും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.